വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും സുഖമല്ലേ ചോദിച്ചില്ലോ. ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മഞ്ജുശ്രീ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നേന്ത്രപ്പഴം ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇതിൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. പഴനുറുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക, അപ്പോഴാണ് അതിന് നല്ല മധുരം ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഇത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കുറച്ച് തിക്നെസ്സിൽ വേണം ഈ പഴം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിലൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ബനാന പീസസ് ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണയ്ക്കകത്തേക്ക് മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. ഷാലോ ഫ്രൈ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബനാന പീസസും മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അതിന് മുകളിലേക്ക് നമുക്കൊന്ന് വിതറി കൊടുക്കാം. അതേപോലെ ഞാൻ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിന് മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ഇത് കുട്ടികളെ ഉദ്ദേശിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പഞ്ചസാര വിതറി കൊടുക്കുന്നത്. പഴത്തിന് നാച്ചുറലായിട്ട് മധുരം ഉണ്ടാവും. ഒന്നാമത് പഴുത്ത പഴം എന്ന് പറയുമ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഏലക്കാപ്പൊടി മാത്രം വിതറി കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഇത് 2 സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത ബനാന കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് ബനാന ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് പഴം പെട്ടെന്ന് കുഴഞ്ഞു പോവില്ല. 2 സൈഡ് നന്നായി കുക്കായ ശേഷം നമുക്ക് ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനതിന് മുകളിൽ ചെറുതായിട്ടൊരു ഷുഗർ കോട്ടിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും കുട്ടികൾക്ക് അത് ഒന്നുകൂടെ അട്രാക്റ്റഡ് ആയിട്ട് തോന്നുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം.